കൂട്ടുകാരെ, അപ്പം ഞാൻ ബാങ്കിൽ പോവാണ്. ബാങ്കിൽ പോകേണ്ട തിരക്കിലാണ്. അപ്പോൾ നമുക്ക് പോകുമ്പോഴുള്ള ട്രാവൽ വീഡിയോസ് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ ഞാൻ വാതിലൊക്കെ പോട്ടെ കേട്ടോ. പോയിട്ട് വരാട്ടാ. വീട്ടിൽ നിന്ന് ഇറങ്ങി നമുക്കിനി അടിപൊളി. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? പറയൂ. കുറേ കാലമായി വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ടൗണൊക്കെ വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കണ്ടോ കൂട്ടുകാരെ, പുല്ല് കരിയാനുള്ള മുല്ലയല്ല മരുന്ന് കലക്കി വെച്ചിട്ട് അവിടെ രണ്ടുപേരും അടിക്കുന്നുണ്ടോ? വാഴക്കൃഷി നടാൻ വേണ്ടിയിട്ട് പുല്ല് കരിയാണ് വേണ്ടിയിട്ട് അടിച്ചത്. ഓക്കെ, പെണങ്ങോട് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. വാഴക്കൃഷിയാണ്, കംപ്ലീറ്റ് വാഴക്കൃഷി അവിടെയൊക്കെ. സൈഡൊക്കെ വെട്ടിപ്പോയി. റോഡ് സൈഡിലൊക്കെ ഇത് കോഴിവളമാണ്. വാഴക്കിടാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുള്ള കോഴി വേസ്റ്റാണിത്. കോഴിയുടെ വേസ്റ്റ് ഇതൊക്കെ ഇട്ടുണ്ടാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഒരുപാട് കാലം വർക്ക് ചെയ്തത് കേട്ടോ. ഒരുപാട് കാലം. കാരണം കഷ്ടപ്പാടും ദുരിതവും ഉണ്ടായിരുന്ന ആ ഒരു സമയത്തൊക്കെ. പിന്നീടല്ലേ ഹോം നേഴ്സിൻ്റെ ജോബിന് പോയത്. ബോർഡ് കണ്ടോ? കേരള കന്നുകാലി വികസന ബോർഡ് മാതൃകാ പുൽകൃഷി പ്രദേശന തോട്ടം പൈലറ്റ് ഫോഡർ ഡെമോൺസ്ട്രേഷൻ പ്രഷർ യൂണിറ്റ് സ്റ്റേറ്റ് പ്ലാൻ സ്കീം എന്നാണ് ഈ ഒരു സ്കീമിൻ്റെ പേര്. ഇനി ബാക്കിയൊന്നും എന്നോട് ചോദിക്കരുത്. അതിമനോഹരമായിട്ടാണ് നോക്കി ഈ ചെടി അവർ വെട്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഉണ്ടോ? ഇത് അതിനേക്കാട്ടും കുറച്ച് വലുപ്പം വെച്ച വാഴയാണ് കേട്ടോ. ഉണ്ടോ? കുഞ്ഞു വാഴ ഉണ്ടോ? ഇതിപ്പം നട്ടിട്ടേ ഉള്ളൂ. ഇലയൊക്കെ കിളിർത്ത് വരുന്നുള്ളൂ. ഇതൊരു അണക്കെട്ട് കേട്ടോ. നമ്മുടെ പെണങ്ങോട് അണക്കെട്ട് എന്നൊക്കെ പറയുന്നത് അണക്കെട്ടാണ്. വെള്ളം കയറി ഇവിടെയൊക്കെ വെള്ളം കയറും. മൊത്തത്തിൽ വെള്ളം കയറും. മീൻകാരൻ പോകുന്നുണ്ടോ? വാഴക്കൃഷി കണ്ട് നിങ്ങൾ മടുക്കും. കാരണം ഈ പ്രദേശത്തൊക്കെ അധികം വാഴക്കൃഷിയാണ്. അതാണ് വാഴക്കൃഷി തന്നെ ഉള്ളൂ. അതിന് നടുക്കക്കൂടെ റോഡ്. ഉരുണ്ടുരുണ്ട് കിടക്കുന്ന എന്താണെന്നല്ലേ, കുട്ടികളുടെ പാമ്പേഴ്സും എല്ലാം തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ മഴ വന്നിട്ട് ഇവിടെ എത്തിയ ഒരു ഭാഗമാണ് ആ കാണുന്നത്. കേട്ടോ, കുഞ്ഞു കർമ്മൂസ മരം. നെല്ലിമരമാണ് കൂട്ടുകാർ. നെല്ലിക്ക ഉണ്ടോ ഇതിൽ? ഉണ്ടോ? നിറയെ നെല്ലിക്കുണ്ട്. ചെറിയൊരു ദൃശ്യമാണ്. പാഷൻ ഫ്രൂട്ട് ഉണ്ടോ? ഇല പോലും ഇല്ല പാഷൻ ഫ്രൂട്ടിന് പോലും. ഇത് സപ്പോട്ട വെക്കുന്നുണ്ടോ? ഇത് ടൗണിലേക്ക് നേരെ പോണ വഴിയാണ് കേട്ടോ. ഇതേ പക്ഷേ ഞാനിപ്പോൾ പോകുന്നത് ഷോർട്ട് വഴി. ഓ, വേർത്ത് കുളിച്ചു.
എന്താ പറയുക, ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അതാ ചെറിയ മഴ പെയ്തേ, ഇനിയിപ്പോൾ അതിൻ്റെ ഇരട്ടി ചൂടായിരിക്കും. ഒക്കെ നെൽകൃഷിയായിരുന്നു കൂട്ടുകാർ, നട്ടിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ നെൽകൃഷി ആരും ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ഇവർ വാഴക്കൃഷി നട്ടിട്ടില്ല. വാഴ അവിടെ സൈഡിൽ ഒരു ഇച്ചിരി സ്ഥലത്തേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ മൊത്തം പശുക്കളെ കെട്ടുകയാണ്. ഉണ്ടോ, ഇവിടെ നല്ല കന്നുകാലി വളർത്തുന്ന ആളുകളുണ്ട്. എരുമ, പശു, അതവിടെ ഒരു സാധനം കിടക്കുന്നുണ്ടോ, പന്നിയാണെന്ന് വിചാരിക്കില്ല ഒറ്റ നടത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ. അല്ല കേട്ടോ, മരം മുറിക്കുന്ന ഒച്ചയാണ് ഗൈസാ കേൾക്കുന്നത്. ഉണ്ടോ, വാൾമുറിയിടുന്ന സൗണ്ടാണ്. ബാങ്കിൽ വന്നു, ബാങ്കത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പോകാൻ നിൽക്കുകയാണ്. നല്ല തിരക്കായിരുന്നു.